ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, വൈകുന്നേരം ചായക്കപ്പോൾ ഇത് അടിപൊളിയാണ്. നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വന്ന ചോറ് എന്ത് ചെയ്യണമെന്നോർത്ത് ടെൻഷൻ ഒന്നും വേണ്ട, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമ്മുടെ ഈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനുള്ളിലെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ 2-3 വലിയ കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തേങ്ങ മുഴുവനായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആ തേങ്ങയിലേക്ക് ഒന്ന് പുരണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒരുപാട് നേരം ഒന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ് ഒക്കെ അങ്ങ് പോകും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതായത് ചുക്കോ എന്തോ ആണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ആറി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുമന്നരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് ചോറുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു ജീരകം ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജീരകം നന്നായിട്ട് അരഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നെയ്യുടെ ഒന്നും ആവശ്യമില്ല. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നെയ്യൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ചുമന്നരി അല്ല വെള്ള അരി ആണെങ്കിലും പ്രശ്നമില്ല. ചുമന്നരി ആകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമ്മളിതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ പരുവ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കട്ടിയുള്ളൊരു തവി എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഇളക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കൈവച്ച് ഉരുട്ടാൻ പറ്റുന്ന പരുവായിരിക്കണം. ആ ഒരു പരുവം വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റും, നല്ല രീതിയിൽ ഉരുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഇനിയും കുറച്ചും കൂടെ തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു കട്ടിയായിട്ട് വരും ഇത്. അപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഒരുപാട് അങ്ങ് തണുത്ത് പോകണമെന്നൊന്നുമില്ല. പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഫില്ലിങ്സൊക്കെ വെച്ച് തുടങ്ങാം. ഇപ്പോൾ ഇത് നമുക്ക് കൈവച്ച് പിടിക്കാൻ പറ്റുന്ന പരുവമായിട്ടുണ്ട്. നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ കൊഴുക്കട്ട ഉരുട്ടുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കണ്ട കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഫോൾഡ് ചെയ്ത ശേഷം എക്സസായിട്ട് വരുന്ന മാവ് വേണമെങ്കിൽ നമുക്ക് പിച്ചി മാറ്റാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടി നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ആവിയിട്ട് എടുക്കാൻ പോകുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇത് ഒരുപാട് നേരം ഒന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വേവിച്ച് ആ മാവ് അതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും. ഇതാ ഇപ്പോൾ സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചോറൊന്നും അധികം വരാനായിട്ട് നിൽക്കണ്ട കേട്ടോ. ഉള്ള ചോറി കുറച്ച് നേരത്തെ തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ്, നല്ല സൂപ്പർ സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മാത്രമല്ല ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.